ഇന്നത്തെ നമ്മുടെ യാത്ര നാടുകാണി വ്യൂ പോയിന്റ് കാണാനാണ്. നാടുകാണി എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ നിരവധി നാടുകാണിയുണ്ട്. അതിൽ കോട്ടയം ജില്ലയിൽ പാല കയ്യൂരുള്ള നാടുകാണി മലയിലേക്കാണ് ഇന്നത്തെ യാത്ര. നല്ലൊരു വ്യൂ കിട്ടും എന്നതിലപ്പുറം ഒരു സംഭവമൊന്നുമല്ല ഈ സ്ഥലം. എന്നിരുന്നാലും രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും നല്ലൊരു വൈബ് കിട്ടുന്ന സ്ഥലമാണ്. മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയമാണെങ്കിൽ തികച്ചും മനോഹരമായ വിഷ്വൽ തന്നെയാകും നമ്മൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വൈകിട്ട് കാണാൻ സാധിക്കുന്ന സൂര്യാസ്തമയവും. അതിലപ്പുറം നമ്മുടെ സ്ഥലത്തിന് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ ആയതുകൊണ്ടാണ് ചാനലിൽ ട്രാവൽ വ്ലോഗ് ഉൾപ്പെടുത്താൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഈ സ്ഥലങ്ങളൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. വേറൊന്നും കൊണ്ടല്ല, ആദ്യം തന്നെ ദൂരയാത്രകളൊക്കെ ചെയ്ത് എക്സ്പെൻസ് അധികം ആക്കണ്ട എന്ന് കരുതി തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ട്രാവൽ വ്ലോഗിൽ കുറച്ച് എക്സ്പീരിയൻസും ആകട്ടെ എന്ന് കരുതി. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ മലരിക്കൽ ആമ്പൽപ്പാടത്തിലേക്കുള്ള വ്ലോഗ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർ അതും കാണാൻ ശ്രമിക്കുക. തുടക്കക്കാരനായതുകൊണ്ട് തെറ്റുകൾ ഒത്തിരി ഉണ്ടാകും. അതൊക്കെ അഭിപ്രായങ്ങളായി അറിയിക്കുക. ഓരോന്നായി തിരുത്തുന്നതായിരിക്കും. എന്തായാലും നമ്മുടെ ചാനലിൽ ട്രാവൽ വ്ലോഗ് ഇനിയും ഉണ്ടാകും. യാത്രകളെ ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ. ട്രാവൽ വ്ലോഗ് മാത്രമല്ല, മൾട്ടിപ്പിൾ കണ്ടന്റുകൾ ചാനലിലുണ്ട്. ഇനിയും വരാനുമുണ്ട്. ഈ ഒരു കയറ്റം കയറി വരുന്നിടത്ത് ഇടത് സൈഡിൽ കാണുന്നതാണ് കയ്യൂര് പള്ളി. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി കുറച്ചായി. ഇനിയും അധികം ദൂരമില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അങ്ങ് പോകാം. ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ കയ്യൂരായി. ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ടെന്നല്ലാതെ വലിയൊരു ടൗൺ എന്ന് പറയാനൊക്കില്ല. ഇപ്പോഴും നല്ലൊരു ബസ് സർവീസ് പോലും ഇല്ലാത്ത ഗ്രാമപ്രദേശം തന്നെയാണ് കയ്യൂർ. ഓടിയാൽ ഓടി എന്ന് പറയുന്ന ഒരു KSRTC മാത്രമാണ് ഇപ്പോഴും ഇവിടെയുള്ളവരുടെ ആശ്രയം. പിന്നെ മിക്ക വീടുകളിലും വണ്ടികളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പോകുന്നു. ഇങ്ങോട്ട് വരാനുള്ള വഴി എന്ന് പറയുമ്പോൾ പാല തൊടുപുഴ റൂട്ടിൽ നിന്നാണെങ്കിൽ കൊല്ലപ്പള്ളി കുറുമണ്ണെത്തി കയ്യൂർ റൂട്ട് തിരിയുക. ഈരാറ്റുപേട്ട പാല റൂട്ടിൽ നിന്നാണ് വരുന്നത് എങ്കിൽ പനക്കപ്പാലം പ്ലാസനാൽ കൂടി കയ്യൂർ റൂട്ട് പിടിക്കുക. ഈ കാണുന്നൊരു പ്രദേശമാണ് കയ്യൂർ ജംഗ്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ആരോട് ചോദിച്ചാലും നാടുകാണി മലയിലേക്കുള്ള വഴി പറഞ്ഞു തരും. ഈ ഒരു വഴിയൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് തന്നെ പ്രത്യേകം വൈബാണ്. അധികം വണ്ടികളൊന്നുമില്ല. വേറെ ഒച്ചയും ബഹളങ്ങളും ഒന്നുമില്ലാതെ കാം ആൻഡ് ക്വയറ്റായി വണ്ടി ഓടിച്ചു പോകാം. ചുറ്റും പച്ചപ്പും ഗ്രാമീണ ഭംഗിയും. ചുറ്റും റബ്ബർ തോട്ടങ്ങളാണ്. ഇടയ്ക്ക് റബ്ബറൊക്കെ വെട്ടി കൈത വെച്ചിട്ടുണ്ട്. എന്തായാലും ഗ്രാമീണ മേഖലയിലൂടെയുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക സുഖമാണ്. സിറ്റികളിലൊക്കെ താമസിക്കുന്നവർ ഇതുപോലെ തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്രകളൊക്കെ കണ്ടുകൊള്ളട്ടെ എന്ന് കരുതിയാണ് കൂടുതലും വഴികളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അങ്ങനെ നമ്മൾ നാടുകാണി വ്യൂ പോയിന്റിലേക്ക് കയറുന്നിടത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വഴിയുണ്ടെങ്കിലും അത്ര നല്ല വഴിയൊന്നുമല്ല. കുറച്ചു ദൂരം വണ്ടി പോകും, പിന്നെ നടന്നു പോകണം. തീർത്തും മോശമെന്ന് പറയാവുന്ന വഴികളല്ല കേട്ടോ. അടുത്ത കാലത്തായി ശരിയാക്കിയതാണ്. പണ്ട് തികച്ചും ഓഫ് റോഡും അതുപോലെ തന്നെ കാര്യമായ വഴികളൊന്നുമില്ലായിരുന്നു. എന്തായാലും മൺവഴിയാണ് ഇനി അങ്ങോട്ട്. കുറച്ച് പിള്ളേർ സെറ്റ് വന്നിട്ട് പോകുന്നുണ്ട്. കല്ലുകളും മുള്ളുകളും താണ്ടി വേണം നാടുകാണി വ്യൂ പോയിന്റിലേക്ക് എത്താൻ. അത്രയ്ക്ക് ഭീകരാവസ്ഥയൊന്നുമല്ല. ഈ കാണുന്ന പോലെയുള്ള വഴികൾ മാത്രമേ ഉള്ളൂ. ഇനി അധികം ദൂരമില്ല. ഈ കാണുന്ന മൺവഴിയെ തന്നെ മുന്നോട്ട് നീങ്ങിയാൽ മതി. അധികം പരിചയമില്ലാത്തവരൊക്കെയാണ് വരുന്നതെങ്കിൽ പോലും ഒരു കുഴപ്പവുമില്ല. വഴിയിൽ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഈ കാണുന്ന വലതേക്കുള്ള വഴിയിലൂടെ മുന്നോട്ട് നീങ്ങിയാൽ മതി. അടുത്ത പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഫ്രണ്ട്സിനോടൊപ്പമോ അതുപോലെ തന്നെ ഫാമിലിയോടൊപ്പമോ ഒരു ഈവനിങ് ഒക്കെ വന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ദൂരസ്ഥലങ്ങളിലുള്ളവരാണെങ്കിൽ ഇതിന്റെ അടുത്ത പ്രദേശങ്ങളായ വാഗമൺ, ഇല്ലിക്കക്കല്ല് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്ഥലവും മിസ് ചെയ്യാതിരിക്കുക. അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളും ഒക്കെ കിട്ടും. നല്ല മഞ്ഞുള്ള സമയത്തും അതുപോലെ തന്നെ സന്ധ്യാസമയം നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ സൺസെറ്റ് ഒക്കെ കാണാൻ സാധിക്കും. നല്ലൊരു ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ സാധിക്കും. നമ്മളപ്പോൾ പാറക്കെട്ടുകൾക്കിടയിലൂടെ നാടുകാണി വ്യൂ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈവനിങ് ടൈം നോക്കിയാണ് നമ്മൾ വന്നതെങ്കിലും ഇപ്പോഴും വെയിലിറങ്ങിയിട്ടില്ല. സൺസെറ്റ് കൂടി കാണാം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതേതായാലും നടക്കില്ല. ഇന്ന് എന്തായാലും കണ്ടിട്ട് നന്നായി വൈകും സൂര്യോദയമാകാൻ. 5:30 കഴിഞ്ഞിട്ടും നല്ല വെളിച്ചമാണ്. ഇതൊക്കെയാണപ്പോൾ നാടുകാണി മലയുടെ മുകളിലെത്തിയാലുള്ള കാഴ്ചകൾ.
നടക്കാനധികമില്ലെങ്കിലും ഇവിടെ എത്തുമ്പോഴേക്കും സാധാരണ എല്ലാവരും തന്നെ മടുക്കും. നീണ്ടു നിവർന്നു കിടക്കുന്ന പാറ ഉള്ളതുകൊണ്ട് ഇരുന്നങ്ങ് വിശ്രമിക്കാം. തണല് നോക്കി അങ്ങ് ഇരുന്നാൽ മതി. ഒരു ഈവനിങ് ചില്ലിംഗ് ഒക്കെയാണ് പ്ലാൻ എങ്കിൽ അതിനുള്ള ഐറ്റംസ് കൂടി കയ്യിൽ കരുതിയാൽ മതി. നല്ല കോടമഞ്ഞിറങ്ങി നിൽക്കുന്ന സമയമാണെങ്കിൽ കുറച്ച് നല്ല വിഷ്വൽസ് എടുക്കാൻ സാധിക്കും. ചെറിയ രീതിയിൽ ഫോട്ടോഷൂട്ടിന് പറ്റിയ അന്തരീക്ഷവും ഇവിടെയുണ്ട്. നാടുകാണി മലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇനി ഇന്നത്തെ നാടുകാണി വ്യൂ പോയിന്റ് കാഴ്ചകൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു സ്ഥലത്തേക്കുള്ള ട്രാവൽ വ്ളോഗുമായി ഉടനെ എത്തുന്നതായിരിക്കും. ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക.